വാണിയപ്പാറ കല്ലറ വിവാദം മൃതദേഹം കാണാതായ വിലങ്ങാട് സ്വദേശിയുടേത് എന്ന ബന്ധുക്കൾ. ദുരൂഹതയില്ല എന്ന പോലീസ് വാദം ഇതോടെ പൊളിയുകയാണ്. വാണിയപ്പാറ കല്ലറ വിവാദം ഒരു പുതിയ വഴിത്തിരിവിലേക്ക് പുതിയ വെളിപ്പെടുത്തലുകൾ വരികയാണ്. ഉണ്ണിമിശിഹ പള്ളി സെമിത്തേരിയിലെ കല്ലറയിൽ 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത തുടർന്നു. ഇതോടെ പള്ളി സെമിത്തേരിയിലെ ഒരു കല്ലറയിൽ പായയിൽ പൊതിഞ്ഞ നിലയിൽ ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയില്ല എന്ന പോലീസ് വാദം പൊളിയുകയാണ്. മൃതദേഹം 7 വർഷം മുൻപ് കാണാതായ കോഴിക്കോട് വിലങ്ങാട് സ്വദേശി സിജോ സക്കറിയുടേതാണ് എന്ന അവകാശവാദവുമായി ബന്ധുക്കൾ രംഗത്ത്. മൃതദേഹം പുറത്തെടുത്ത് DNA പരിശോധന നടത്തണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ മൃതദേഹം സിജോയുടേതാകാനാണ് സാധ്യത എന്ന് ബന്ധുക്കൾ പറയുന്നു. ചില കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് 2014 സിജോ വാണിയപ്പാറയിലെ ഭാര്യ വീട്ടിലേക്ക് താമസം മാറിയത്. എന്നാൽ 2020 മുതൽ സിജോയെ കാണാതായി എന്ന് ഭാര്യ വീട്ടുകാർ അറിയിക്കുകയായിരുന്നു എന്ന് ബന്ധുക്കൾ പറയുന്നു. ഒരു ദിവസം മദ്യപിച്ച് വഴക്കുണ്ടാക്കിയ സിജോ താൻ അങ്ങാടിയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് എന്നും പിന്നീട് മടങ്ങി വന്നിട്ടില്ല എന്നുമാണ് ഭാര്യ വീട്ടുകാർ പറഞ്ഞതായി ബന്ധുക്കൾ പറയുന്നത്. അതേ ദിവസം തന്നെ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കുറ്റ്യാടി പോലീസിൽ പരാതി നൽകിയിരുന്നു. പക്ഷെ പിന്നീട് ഒരു വിവരവും ഉണ്ടായില്ല. ഇപ്പോൾ സിജോയുടെ ഭാര്യ വീട്ടുകാരുടെ ഇടവക പള്ളി സെമിത്തേരിയിൽ ഒരു കല്ലറയിൽ 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്ന വാർത്തകൾ വന്നതോടെയാണ് സംശയം വർദ്ധിച്ചത് എന്ന് ബന്ധുക്കൾ പറയുന്നു. സാധാരണ നിലയിൽ കല്ലറയിൽ പായയിൽ പൊതിഞ്ഞ മൃതദേഹം സംസ്കരിക്കാറില്ല. അതറിഞ്ഞിട്ടും സംഭവത്തിൽ ദുരൂഹതയില്ല എന്ന പോലീസിന്റെ വാദം എങ്ങനെ വന്നു, എങ്ങനെ അങ്ങനെ സംഭവിക്കും, പോലീസ് എന്തുകൊണ്ട് ഇതിന് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു എന്നാണ് ബന്ധുക്കൾ ചോദിക്കുന്നത്. എന്തായാലും പോലീസിന്റെ വാദം ഇതോടെ പൊളിയുകയാണ്. അതേസമയം സംഭവത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് ഇടവക വികാരി ഫാദർ ജിൽബർട്ട് കോന്നയിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നേരത്തെ കരിക്കോട്ടക്കരി പ്രിൻസിപ്പൽ SI ബെന്നിയാണ് സംഭവത്തിൽ ദുരൂഹതയില്ല എന്ന് പറഞ്ഞത്. എന്തായാലും പോലീസ് ഇതിൽ ഒരു കല്ലറയിൽ 2 മൃതദേഹങ്ങൾ എങ്ങനെ വരുമെന്നുള്ള ആ ഒരു സംശയം സ്വാഭാവികമായും പൊതുസമൂഹത്തിൽ നിന്ന് പല കോണുകളിൽ നിന്നും ആ ഒരു സംശയം അത് ദുരൂഹതയില്ല എന്ന് പറഞ്ഞ് പോലീസ് പിന്മാറിയപ്പോൾ അത് എങ്ങനെയെന്നുള്ള ചോദ്യം സമൂഹത്തിന്റെ പല ഭാഗത്തു നിന്നും പലരും ഉന്നയിച്ചിരുന്നു. അക്കൂട്ടത്തിൽ ശശികല ടീച്ചർ ഫേസ്ബുക്കിലൂടെ കുറിച്ച ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് ഇൻഫന്റ് ജീസസ് പള്ളി സെമിത്തേരിയിലെ കല്ലറയിൽ പായയിൽ പൊതിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവം ആർക്കും ദുരൂഹത തോന്നാതെ ശുഭപര്യവസായിയായത് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നായിരുന്നു ശശികല ടീച്ചർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത്. അവയവക്കടത്തും മറ്റും അരങ്ങ് തകർക്കുന്ന കാലമാണ്. ദുരൂഹത ഇതിലൊന്നും തോന്നാതിരിക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് ടീച്ചർ കുറിച്ചത്. കല്ലറയുടെ നമ്പർ മാറിയാൽ 2 ശരീരം ഒരു കല്ലറയിൽ വരുമോ എന്ന ചോദ്യവും ഉന്നയിച്ചിരുന്നു. പ്ലാസ്റ്റിക് പായൽ മൃതശരീരം അടക്കുമോ എന്ന് ഉന്നയിച്ചിരുന്നു. അങ്ങനെ അടക്കിയാൽ പിന്നെ അത് എങ്ങനെ ജീർണിച്ചു എന്ന ചോദ്യം ഉന്നയിച്ചിരുന്നു. വയനാട്ടിലൊക്കെ ചിലർക്ക് സ്വകാര്യ ശ്മശാനങ്ങൾ വരെ ഉണ്ട് എന്നൊക്കെ കേട്ടിരുന്നു. ധർമ്മസ്ഥലയിൽ ഒരു കള്ളക്കഥയുമായി ഒരാൾ വന്നപ്പോൾ ഇല്ലാത്ത മൃതശരീരങ്ങൾ തേടി എത്ര ചതുരശ്ര കിലോമീറ്ററുകളാണ് മാന്തി കുഴിച്ചത് എന്നാണ് ടീച്ചർ ഉന്നയിച്ച മറ്റൊരു ചോദ്യം. അതുകൊണ്ട് തന്നെ ഇതേ ഒരു സംശയം പല ഭാഗത്തു നിന്നും സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. എന്തായാലും പോലീസിന്റെ ആ വാദങ്ങളെല്ലാം പൊളിക്കുകയാണ് ഇപ്പോൾ ബന്ധുക്കളുടെ ഈ ഒരു വെളിപ്പെടുത്തൽ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.